അതിജീവനത്തിനായി ഭക്ഷണത്തിനും സന്താനോൽപാദനത്തിനും ഒതുങ്ങുന്ന നല്ല സാഹചര്യങ്ങൾ ലഭ്യമാകാനായി കരയിലും കടലിലും ദേശാടനത്തിൽ ഏർപ്പെടുന്ന നിരവധി ജീവിവർഗങ്ങൾ ഈ ഭൂമിയിലുണ്ട്. അങ്ങനെ സഞ്ചരിക്കുന്ന ദൂരത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ ആർട്ടിക് ടേൺ എന്ന ചെറുകിളികൾക്കാണ് ഒന്നാം സ്ഥാനം. ഏകദേശം 40,000 കിലോമീറ്ററാണ് അവ ഒരു വർഷം പിന്നിടുന്നത്. കടലിലാണെങ്കിൽ ചാരത്തിമിംഗലങ്ങൾ സഞ്ചരിക്കുന്ന ദൂരം 20,000 കിലോമീറ്ററിന് മേലെയാണ്. കരയിൽ ഒന്നാം സ്ഥാനം കരിബു റെയിൻഡിയറിനാണ്. 5,000 കിലോമീറ്റർ വരെ ഒരു വർഷത്തിൽ അവ നടന്നു തീർക്കും. എന്നാൽ ഒരു നായ 6 മാസം കൊണ്ട് 4,500 കിലോമീറ്റർ നടന്നു തീർത്ത ഒരു സംഭവമുണ്ട്. ജീവിക്കാനായിട്ടാണ് ജീവിവർഗങ്ങൾ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടുന്നതെങ്കിൽ സ്നേഹിക്കാനും ഉടമസ്ഥനോടുള്ള വിശ്വസ്തത പ്രകടിപ്പിക്കാനുമായിരുന്നു ആ നായ കാതങ്ങൾ താണ്ടിയത്. മനുഷ്യ ശ്വാന ബന്ധത്തിന്റെ ചരിത്രം ചികഞ്ഞു പോകുമ്പോൾ, മാനവ മൃഗ പാരസ്പര്യത്തിന്റെ തെളിവുകൾ നിരത്തുമ്പോൾ, ആത്മാർത്ഥതയും വിശ്വസ്തതയും കൊണ്ട് വിസ്മയങ്ങൾ തീർക്കാനാകുമെന്ന് ചൊല്ലിക്കൊടുക്കുമ്പോൾ, ഏതെങ്കിലും ഒരു ജീവിയെ ഓമനയായി വളർത്തണമെന്ന് തീരുമാനിക്കുമ്പോൾ ഓർമ്മകളിൽ ഒരു ഇടം നൽകേണ്ട നായയാണ് ബോബി ദ വണ്ടർ ഡോഗ്. ഫ്രാങ്കും എലിസബത്തും അവരുടെ 2 പെൺമക്കളായ ലിയോണയും നോറയും അടങ്ങുന്നതാണ് ബ്രേസിയർ കുടുംബം. അമേരിക്കയിലെ സിൽവർട്ടൺ പട്ടണത്തിലെ റിയോ ലഞ്ച് റെസ്റ്റോറന്റിന്റെ ഉടമസ്ഥരാണ് അവർ. ഇവരുടെ കുടുംബത്തിലേക്ക് നന്നേ ചെറുപ്പത്തിലെ സ്കോച്ച് കോളി ഇംഗ്ലീഷ് ഷെപ്പേർഡ് സങ്കര ഇനത്തിൽപ്പെട്ട ബോബി എന്ന നായയുടെ കടന്നുവരവോടെയാണ് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്ന് വിശേഷിപ്പിക്കാവുന്ന കഥയുടെ ആരംഭം. ഫ്രാങ്കിന്റെയും എലിസബത്തിന്റെയും ഏതാനും ബന്ധുക്കൾ ഇൻഡ്യാന സംസ്ഥാനത്തിലെ വോൾകോട്ടിൽ താമസിക്കുന്നുണ്ടായിരുന്നു. അമേരിക്കയിലെ വടക്കു പടിഞ്ഞാറൻ പട്ടണമായ സിൽവർട്ടണിൽ നിന്നും മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വോൾകോട്ടിലേക്കുള്ള ദൂരം ഏകദേശം 2,800 മൈൽ അഥവാ 4,500 കിലോമീറ്റർ ആണ്. അതിനാൽ തന്നെ വല്ലപ്പോഴും മാത്രമാണ് അങ്ങോട്ടുള്ള യാത്രയെപ്പറ്റി ബ്രേസിയർ കുടുംബം ആലോചിക്കാറുണ്ടായിരുന്നുള്ളൂ. അത്തരമൊരു ആലോചനയ്ക്കൊടുവിൽ 1923 ഓഗസ്റ്റിൽ ഒരു ദീർഘദൂര യാത്രയ്ക്ക് ആ കുടുംബം തയ്യാറായി. അന്ന് ബോബിക്ക് വയസ്സ് 2. വില്ലീസ് ഓവർലാൻഡ് മോഡൽ 92 റെഡ് ബേർഡ് എന്ന കാറിലാണ് ഫ്രാങ്കും കുടുംബവും യാത്ര തുടങ്ങിയത്. ടാർ ചെയ്തതും നിരപ്പായതും നേർരേഖയിൽ ഉള്ളതുമായ റോഡുകളുടെ അഭാവത്തിൽ അവർക്ക് സഞ്ചരിക്കാവുന്ന പരമാവധി വേഗത എന്നത് മണിക്കൂറിൽ 40 കിലോമീറ്റർ ആയിരുന്നു. നിരവധി കയറ്റിറക്കങ്ങളും ചെമ്മൺ പ്രദേശങ്ങളും കടന്നു പോകേണ്ട ആ യാത്രയിൽ വില്ലിസിന്റെ വേഗത പലപ്പോഴും 20 km/h താഴെ പോയിരുന്നു. സാവധാനത്തിലുള്ള ഈ യാത്രയിൽ കാറിന്റെ റണ്ണിംഗ് ബോർഡിലും പുറകിലെ ലഗേജിനും മുകളിലും ഇരുന്നാണ് ബോബി യാത്ര ആസ്വദിച്ചത്. കാറിന്റെ വേഗത വല്ലാതെ കുറയുന്ന നേരത്ത് അവൻ ഇറങ്ങി അതിനൊപ്പം ഓടുകയോ നടക്കുകയോ ചെയ്യുമായിരുന്നു. ഒരാഴ്ച കൊണ്ടാണ് ബ്രേസിയർ ഫാമിലി വോൾകോട്ടിലെത്തുന്നത്. യാത്രക്കിടയിൽ അവർ ഹോട്ടലുകൾ തങ്ങുകയും സർവീസ് സ്റ്റേഷനുകളിലും ഗ്യാസ് സ്റ്റേഷനുകളിലും സമയം ചെലവഴിക്കുകയും ചെയ്തിരുന്നു. ഈ താൽക്കാലിക വിശ്രമങ്ങൾ ആ യാത്രയിൽ മാത്രമല്ല, നടത്താനിരിക്കുന്ന മറ്റൊരു യാത്രയിലും ബോബിക്ക് ഗുണകരമായി മാറുന്നുണ്ട്. തങ്ങളുടെ ലക്ഷ്യസ്ഥാനമായ വോൾകോട്ടിലെ ഒരു ഗ്യാസ് സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് 3 ലോക്കൽ പട്ടികൾ ബോബിയെ നോട്ടമിടുന്നത്. അവരുടെ പെട്ടെന്നുള്ള ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാനായി ബോബി അകലേക്ക് ഓടി മാറി. അവൻ ഉടൻ തിരിച്ചു വരുമെന്ന് കരുതി ഉടമസ്ഥ കുടുംബം കാത്തിരുന്നുവെങ്കിലും അതുണ്ടായില്ല. ആ പ്രദേശമാകെ അവർ തീവ്രമായി അന്വേഷിച്ചുവെങ്കിലും കാണാമറയത്തു നിന്നും തങ്ങളുടെ പട്ടിക്കുട്ടിയെ കണ്ടെത്താൻ അവർക്കായില്ല. വോൾകോട്ടിൽ ചിലവഴിച്ച ദിവസങ്ങളിൽ ഒന്നിൽ നഷ്ടമായ തങ്ങളുടെ ബോബിയെ പറ്റി ഒരു പത്രപരസ്യം അവർ നൽകുകയുണ്ടായി. എന്നാൽ ഒന്നും ഫലം കണ്ടില്ല. വേർപാടിന്റെ നോവും ഇനി ഒരിക്കലും കണ്ടുമുട്ടാൻ ഇടയില്ലാത്ത ബോബിയുടെ ഓർമ്മകളും പേറിയാണ് അവർ സിൽവർട്ടണിലേക്ക് മടങ്ങിപ്പോയത്. 1924 ഫെബ്രുവരി 15 പ്രശാന്തമായ ആ ദിനാരംഭത്തിൽ എലിസബത്ത് തങ്ങളുടെ റെസ്റ്റോറന്റ് തുറക്കാനായി നടന്നു നീങ്ങുന്നു.
ബോബിയെ അവർക്ക് നഷ്ടമായിട്ട് അപ്പോഴേക്കും 6 മാസം പിന്നിട്ടിരുന്നു. അവനെക്കുറിച്ചുള്ള ഓർമ്മകൾക്കും മങ്ങലേറ്റിരുന്നു. റെസ്റ്റോറന്റിൽ പ്രവേശിച്ച് ഒരു ജാലകം തുറന്ന് പുറത്തെ വഴിയിലേക്ക് നോക്കിയ അവർ വേച്ചു വേച്ചു വരുന്ന ഒരു നായയെ കാണുന്നു. അത് തങ്ങളുടെ റെസ്റ്റോറന്റിനെ ലക്ഷ്യമാക്കിയാണ് നടന്നു വരുന്നതെന്ന് മനസ്സിലാക്കിയപ്പോൾ അവൾ ഒരു നിമിഷം നിന്നു. ആ ഭക്ഷണശാലയുടെ പടവുകൾ കയറി വരുന്ന, ശരീരം നന്നേ ക്ഷീണിച്ച, രോമങ്ങൾ കൊഴിഞ്ഞുപോയ, കാൽപാദങ്ങളിൽ ചോര കിനിയുന്ന ആ നായയെ തിരിച്ചറിഞ്ഞ അവൾ ബോബി എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് വാതിൽക്കലേക്ക് കുതിച്ചു. നഷ്ടപ്പെട്ടു പോയ നായയുടെ തിരിച്ചുവരവ് എന്ന സന്തോഷം മാത്രമായിരുന്നു ആ ദിനങ്ങളിൽ ബ്രേസിയർ കുടുംബം പങ്കുവച്ചത്. എങ്ങനെ അവനിവിടെ എത്തി എന്ന ചോദ്യം ഉള്ളിലുണ്ടായിരുന്നുവെങ്കിലും അവൻ കടന്നു പോകുന്ന വഴികളെപ്പറ്റി അവർക്ക് ഒരു ധാരണയുമില്ലായിരുന്നു. എന്നാൽ 4500 കിലോമീറ്ററും 6 മാസവും പിന്നിട്ട ബോബിയുടെ തിരിച്ചുവരവ് ഒരു ലോക്കൽ ന്യൂസ് പേപ്പറിൽ വാർത്തയായതോടെ വിസ്മയങ്ങളുടെ ചെപ്പ് തുറന്നു. 100 കണക്കിന് കത്തുകളാണ് തുടർന്നുള്ള ദിവസങ്ങളിൽ ബോബിയെ തേടിയെത്തിയത്. അവനെ കണ്ടുമുട്ടിയവരുടെയും അവന് ഭക്ഷണവും അഭയവും നൽകിയവരുടെയും സാക്ഷിമൊഴികൾ അതിലുണ്ടായിരുന്നു. വെറുതെ ഒരു സംഭവം വിവരിക്കുക എന്നതിനപ്പുറം ബോബിയുടെ എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകളും കത്തിൽ അവർ പ്രത്യേകം പരാമർശിച്ചിരുന്നു. അങ്ങനെ അതിരുകളെ മായ്ച്ചു കളഞ്ഞ സ്നേഹത്തിന്റെ വിശാലത അവർക്ക് മുന്നിൽ പതുക്കെ പതുക്കെ തെളിഞ്ഞു വന്നു. തികച്ചും അസംഭവ്യമെന്ന് തോന്നിയ ഈ സംഭവത്തെപ്പറ്റി ഒരു അന്വേഷണം നടത്തുവാൻ ഒറിഗോൺ ഹ്യൂമൻ സൊസൈറ്റി തീരുമാനിച്ചു. ബോബിയുടെ ശരീരത്തെയാണ് അവർ ആദ്യം പഠനവിധേയമാക്കിയത്. രോമങ്ങൾക്കിടയിൽ നിന്ന് കണ്ടെത്തിയ പൊടിപടലങ്ങൾ, ചെറിയ ചെറിയ കല്ലുകൾ, തേഞ്ഞു തീർന്നുപോയ അവന്റെ കാൽനഖങ്ങൾ, ഇവയെല്ലാം അവൻ പിന്നിട്ട വഴികളിലേക്കും മലനിരകളിലേക്കും പാറക്കെട്ടുകളിലേക്കും അവരെ കൂട്ടിക്കൊണ്ടുപോയി. കത്ത് എഴുതിയവരെയും അവർ നേരിൽ കാണാൻ ശ്രമിച്ചു. ചിലയിടങ്ങളിൽ നാടോടിക്കൂട്ടങ്ങളാണ് ദൂരങ്ങൾ താണ്ടാൻ ബോബിയെ സഹായിച്ചതെന്ന് അവർ കണ്ടെത്തി. ചിലരുടെ പരിചരണങ്ങൾ ഏറ്റുവാങ്ങി അവൻ ഏതാനും ദിവസങ്ങൾ അവർക്കൊപ്പം താമസിച്ചിരുന്നുവെന്നും അവർക്ക് മനസ്സിലായി. ശരാശരി 20 കിലോമീറ്ററാണ് ഓരോ ദിവസവും ബോബി പിന്നിട്ടതെന്നും അവർ കണക്കാക്കി. ബ്രേസിയർ കുടുംബം തങ്ങളുടെ മടക്കയാത്രയിൽ തങ്ങിയ 8 വിശ്രമ കേന്ദ്രങ്ങളിലും അവൻ അന്വേഷിച്ചെത്തി എന്നത് അവരെ ശരിക്കും അത്ഭുതപ്പെടുത്തി. നായകളുടെ സ്മെൽ മാപ്പിംഗ്, മെമ്മറി മാപ്പിംഗ് എന്നിവയുടെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങൾ ആയി ഇന്നും ഇത് അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. കണ്ടെത്തലുകളുടെ സ്ഥിരീകരണത്തോടെ നിരവധി പുരസ്കാരങ്ങൾ ബോബിയെ തേടിയെത്തി. കോൾ ഓഫ് ദ വെസ്റ്റ് എന്ന നിശബ്ദ ചലച്ചിത്രത്തിലും ബോബി അഭിനയിക്കുകയും ചെയ്തു. പ്രശസ്തിയിലേക്ക് ഉയർന്ന അവന്റെ ചിത്രം പരസ്യങ്ങളിലും ഉപയോഗിക്കപ്പെട്ടു. ഒരു താരമായി മാറിയ ബോബിയെ അനാഥാലയങ്ങളിലേക്കും വൃദ്ധസദനങ്ങളിലേക്കും ക്ഷണിക്കുകയുണ്ടായി. അവിടുത്തെ അന്തേവാസികൾക്ക് അവന്റെ സാന്നിധ്യം ഉല്ലാസവും പ്രതീക്ഷയും പകർന്നു. ചികിത്സകളിൽ ഓമന മൃഗങ്ങളെ, പ്രധാനമായും നായ്ക്കളെ ഉൾപ്പെടുത്തുന്ന തെറാപ്പി പെറ്റ്സ് എന്ന ആശയത്തിന്റെ ചരിത്ര വേരുകൾ ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ബോബി വിസ്മയകരമായ തിരിച്ചുവരവ് നടത്തിയത് 1923-24 കാലഘട്ടത്തിലെ മരം കോച്ചുന്ന തണുപ്പിലൂടെയായിരുന്നു. ശരീരത്തിൽ തണുപ്പ് സൂചിമുന ആഴ്ത്തുന്ന ആ മഞ്ഞുകാല യാത്ര വെട്ടിച്ചുരുക്കിയത് അവന്റെ ആയുർദൈർഘ്യമാണ്. തന്റെ 6-ാം വയസ്സിൽ ബോബി മടങ്ങി വരാനാവാത്ത വിധം ഈ ലോകത്തോട് വിട പറഞ്ഞു. ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ തന്നെ ഒരു നായയ്ക്ക് നൽകിയ ഏറ്റവും വലിയ വിടപറയൽ ചടങ്ങാണ് അന്ന് സിൽവർട്ടൺ നിവാസികൾ അവിടെ ഒരുക്കിയത്. ഔദ്യോഗിക ബഹുമതികളോടെ ഒറിഗോൺ ഹ്യൂമൻ സൊസൈറ്റിയുടെ പെറ്റ് സിമിട്രിയിലാണ് ബോബിയുടെ മൃതശരീരം അടക്കം ചെയ്തത്. ബോബി തീർത്ത വിസ്മയം അവന്റെ വിയോഗശേഷവും ഏറെ ചർച്ച ചെയ്യപ്പെട്ടു. ആഴമായ ആ വിശ്വസ്തത അവിസ്മരണീയമായി നിലനിർത്തണമെന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ പെറ്റ് സിമിട്രിയിൽ നിന്നും കുറച്ചു മാറി സിൽവർട്ടൺ സൗത്ത് വാട്ടർ സ്ട്രീറ്റിനരികിലായി ബോബിയുടെ ഒരു വെങ്കൽ പ്രതിമ സ്ഥാപിക്കപ്പെട്ടു. ബോബി മെമ്മോറിയൽ പ്ലാസ എന്നറിയപ്പെടുന്ന ആ ഇടം ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ ലോകമെങ്ങുമുള്ള
പെറ്റ്സ് പ്രേമികളുടെ സംഗമ സ്ഥലമായി രൂപാന്തരം പ്രാപിച്ചു. ഒരു നായയുടെ പേരിൽ ഒരു പട്ടണം അതിൻ്റെ സാംസ്കാരിക സ്വത്വം സൃഷ്ടിച്ചെടുക്കുന്ന കാഴ്ചയാണ് പിന്നീട് കാണാനായത്. ബോബിയുടെ സ്മാരക സ്ഥലം ഒരു സാംസ്കാരിക കേന്ദ്രമായി വികാസം പ്രാപിച്ചു. വർഷം തോറും അവിടെ പെറ്റ്സ് പരേഡും എക്സിബിഷൻസും വളർത്തുമൃഗങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ പരിപാടികളും സംഘടിപ്പിച്ചു വരുന്നു. ചിലർ ഒരു തീർത്ഥാടനം പോലെ അങ്ങോട്ട് കടന്നു വരുന്നു. നഷ്ടപ്പെട്ടു പോയ തങ്ങളുടെ ഓമനകളെ നീ തിരികെ കൊണ്ടുവരണമെന്നും തങ്ങളുടെ അരുമകൾക്കും നിന്റേതുപോലുള്ള വിശ്വസ്തത പ്രദാനം ചെയ്യണമെന്നുള്ള പ്രാർത്ഥനകളും ബോബിയുടെ പ്രതിമയ്ക്ക് മുന്നിൽ ഉയരാറുണ്ട്. 2004 ബോബി തിരിച്ചെത്തിയതിൻ്റെ 80ാം വാർഷികത്തിൽ ബോബിയുടെ ഓർമ്മകൾ പേറുന്ന ആ തെരുവിലെ ഒരു മതിലിൽ ലോറി എൽ റോഡ്രിഗസ് എന്ന കലാകാരൻ 70 അടി നീളത്തിൽ ഒരു പെയിന്റിംഗ് വരച്ചു ചേർക്കുകയുണ്ടായി. ബോബിയുടെ ജീവിതത്തിലെ അവിസ്മരണീയ സംഭവങ്ങളുടെ ചിത്രീകരണമായിരുന്നു അത്. സിൽവർട്ടൺ നഗരസഭ അധികൃതർ മനോഹരമായ രീതിയിൽ ആ ചിത്രത്തെ ഇന്നും സംരക്ഷിച്ചു പോരുന്നു. ഒരു നായ മനുഷ്യരോട് കാണിച്ച വിശ്വസ്തതയും ഒരു പറ്റം മനുഷ്യർ ഒരു മൃഗത്തോട് പുലർത്തിയ അനുകമ്പയുമാണ് ഈ അത്ഭുത കഥയ്ക്ക് പിന്നിലെ അടിസ്ഥാനം. അതിനാൽ ഒരു ലോസ്റ്റ് ഡോഗ് സ്റ്റോറി എന്ന രീതിയിൽ വായിച്ചു മറക്കേണ്ട കഥയല്ല ബോബി ദ വണ്ടർ ഡോഗിൻ്റെത്. ലക്ഷ്യങ്ങൾ കൃത്യമാണെങ്കിൽ അതിലേക്കുള്ള വഴികൾ താനെ തെളിഞ്ഞു വരും. ഉറച്ച ഇച്ഛാശക്തിയും ധീരതയും സാധാരണ ജീവിതത്തെ അസാധാരണമാക്കി മാറ്റും. ബന്ധങ്ങളിൽ പുലർത്തുന്ന ആത്മാർത്ഥതയും വിശ്വസ്തതയും നിങ്ങളെ അനശ്വരരാക്കും. തിരികെ വരാൻ ആവാത്ത വിധം ആരും അകന്നുപോയിട്ടില്ല. ഒന്നു മനസ്സുവെച്ചാൽ എല്ലാ സ്നേഹബന്ധങ്ങളെയും വീണ്ടെടുക്കാനാകും. പറഞ്ഞു തീർത്ത കഥയിൽ നിന്നും പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ഏതാനും ആശയങ്ങളാണ് സൂചിപ്പിച്ചത്. കഥയുടെ വ്യത്യസ്ത അടരുകളിൽ നിന്നും നിങ്ങൾക്ക് വായിച്ചെടുക്കാവുന്ന ആശയങ്ങൾ കമന്റ് ബോക്സിൽ കുറിക്കാവുന്നതാണ്. ഓർമ്മകളിൽ ഒരു ഇടം തേടിയുള്ള ഈ യാത്ര നിങ്ങൾക്കൊപ്പം തുടരാനാകുമെന്ന പ്രതീക്ഷയോടെ.